അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ഒരു ആശയവുമായി അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളൊക്കെ തിരക്കുള്ളവരല്ലേ? അപ്പോൾ കുറഞ്ഞ സമയം അല്പം നമുക്ക് ഇൽമു പഠിക്കാൻ മാറ്റിവെക്കാം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രധാനിക്കുമാറാകട്ടെ. അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകിയേക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു അമലാണ് വുളു എന്നുള്ളത്, അല്ലേ? ആ വുളു നിത്യമാക്കിയ, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന വുളു അല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലൂടെ സഞ്ചരിച്ചപ്പോ നബി തങ്ങളുടെ മുന്നേ ആരോ നടന്നു പോകും. ഇസ്രാഇന്റെ മിഅ്റാജിന്റെ യാത്രയിലാണ്. അപ്പൊ നബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നബിയെ, ജിബ്രീലെ, ആരാണ് ആ നടന്നു പോണത്? അപ്പൊ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ആരാ? അത് ബിലാലാണ് റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങൾ നബി തങ്ങൾ മടങ്ങി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് റബ്ബ് അങ്ങനെ തന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്, പക്ഷെ പ്രത്യേകിച്ച് ഒരു അമൽ എന്റെ ജീവിതത്തിലില്ല. ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്താണെന്നറിയോ? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ജീവിതത്തിൽ എപ്പോഴെനിക്ക് വുളു മുറിഞ്ഞാലും ഞാൻ വേഗം വുളു എടുക്കും. വുളു പതിവാക്കുന്ന ശീലം ഉണ്ടെന്നാണ്. ആ വുളുവിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുമെന്നാണ്. ഈ 2 ശീലം ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ എത്തിച്ചു എന്നാണ്. അപ്പൊ വുളു നിത്യമാക്കണം. നിസ്കരിക്കാൻ വേണ്ടി മാത്രം വുളു എടുത്താൽ പോരാ, ഖുർആൻ ഓതുമ്പോൾ മാത്രം വുളു എടുത്താൽ പോരാ. അടുക്കള നിൽക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ശരീരത്തിൽ വുളു ഉണ്ടാകും. എന്താ നേട്ടം? മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അവന്റെ അവയവങ്ങൾ തസ്ബീഹ് ചെയ്യും. വുളു നിത്യമാക്കിയാൽ. ഉമ്മമാരെ രാവിലെ സുബഹി കഴിഞ്ഞ് അടുക്കളയിൽ കയറാണ്, ആ വുളുവോട് കൂടി കയറി ഒരു 7 മണിയാന്ന് വിചാരിച്ചപ്പോൾ ബാത്റൂമിൽ പോകുന്നു, മൂത്രമൊഴിക്കാൻ തോന്നി, ഇപ്പൊ മൂത്രമൊഴിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വുളു എടുക്കുന്നു. വീണ്ടും വുളുണ്ട്. ആ വുളുവോട് കൂടി പാത്രം കഴിവാണ്. നമ്മുടെ അവയവങ്ങൾ മുഴുവനും അവന് വേണ്ടി ദുആ ചെയ്യും, അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മൾ ഏതൊരു വുളു, ഇപ്പൊ എന്താ താമസം? വുളു എടുക്കാൻ വലിയ താമസം ഇല്ലല്ലോ, വേഗം ഒന്ന് വുളു എടുത്തൂടെ? ബാത്റൂമിൽ പോയി അപ്പോഴും വുളു എടുത്തിട്ട് അടുക്കളയിൽ കയറാം, വുളുവിന് തടസ്സമില്ലല്ലോ. പതിവാക്കുക. ഒന്നാമത്തത്, അവന്റെ അവയവങ്ങൾ അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലും. രണ്ടാമത്തത്, മുഖം എപ്പോഴും പ്രകാശിക്കും. ഒരു ക്രീം നിങ്ങൾ തേക്കേണ്ട, ഒരു ബ്യൂട്ടി പാർലറിലും പോണ്ട, ഒരു ഫേഷ്യലും ചെയ്യേണ്ട. വുളു നിങ്ങൾ പതിവാക്കി നോക്കിക്കേ, നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത്, പാപങ്ങളെ അല്ലാഹു പൊറുപ്പിക്കും. എത്ര പാപം ചെയ്തവരാണോ വുളു നിത്യമാക്കിയാൽ ആ വെള്ളത്തിന്റെ തുള്ളികളുടെ കണക്കനുസരിച്ച് അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. നാലാമത്, ഞാൻ വേഗം പറഞ്ഞു കേട്ടോ, നാലാമത്തത്, ഏതൊരു കാര്യം ചെയ്താലും വലിയ ബറക്കത്ത് ഉണ്ടാകും. അടുക്കള ജോലി വേഗം തീരും. വുളുവോട് കൂടി നിങ്ങൾ അടുക്കള ജോലി ചെയ്ത് നോക്കിയേ, പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയേ. വുളുവോട് കൂടി നിങ്ങൾ വീട്ടു ജോലികൾ ചെയ്ത് നോക്കിയേ. എപ്പോഴും വുളുവോട് കൂടി മക്കൾ പഠിച്ചു നോക്കിയേ, വുളുവോട് കൂടി വാഹനം ഓടിച്ചു നോക്കിയേ, വുളുവോട് കൂടി ബിസിനസ് ചെയ്ത് നോക്കിയേ, വലിയ ബറക്കത്ത് ഉണ്ടാകും, ഉറപ്പാണ്. എന്ന് പറഞ്ഞ് ഇന്ന് വുളു എടുത്തിട്ട് കച്ചവടം നടന്നല്ലോ ഉസ്താദ് ചിന്തിക്കില്ല. നമ്മുടെ ഈമാനും കൂടിയാണ്, അത് പതിവാക്കണം. അവിടെയാണ് നേട്ടം. ഇന്ന് കേട്ടനുസരിച്ച് നാളെ കടയിൽ വുളുവോട് കൂടി ചെന്നു, കട തുറന്നു, കച്ചവടം നടന്നില്ല, ഉസ്താദ് അങ്ങനെ പറഞ്ഞ കള്ളമല്ലേ? അങ്ങനെയല്ലേ. നമ്മളത് പതിവാക്കുമ്പോൾ അള്ളാഹു പ്രതിഫലം തന്നു തുടങ്ങും. അതോടൊപ്പം തന്നെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അഞ്ചാമത്തത്, മരണവേദന കുറയും. മരണവേദന കുറഞ്ഞിരിക്കും വുളു പതിവാക്കിയാൽ. അതോടൊപ്പം തന്നെ ആറാമത്തത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സുരക്ഷിതത്വം തരുമെന്നാണ്. വുളുവോടുകൂടി നടന്നാൽ മാലാഖമാരുടെ കവചം ഉണ്ടാകും, പിശാച് എടുക്കൂല, ഒരു കാവലുണ്ടാകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, വൃക്ഷത്തിൽ നിന്ന് ഉണക്ക ഇലകൾ കൊഴിയുന്നത് പോലെയാണ് വുളു പതിവാക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുന്നത്, പുറത്തു കളയുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വുളു നമ്മൾ കഴുകുമ്പോൾ, വുളു എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ, അതുകൊണ്ട് വേഗം പറഞ്ഞു പോകാൻ. ആ വുളു നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വുളു എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ എക്സ്പ്രസ് തോറ്റു, ഓടി വരും, കൈ കഴുകും, വുളു കഴിഞ്ഞു. അവയവങ്ങൾ നനഞ്ഞിട്ടുണ്ടാവൂല, ചൊല്ലാനുള്ളത് ചൊല്ലിയിട്ടുണ്ടാവൂല, ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. അങ്ങനെ വുളു എടുത്താൽ പോരാ. വുളു സ്വർഗ്ഗത്തിന്റെ കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചിന്തിക്കുക. നമ്മൾ കൈ കഴുകുമ്പോൾ നമ്മളത് നന്നായി തന്നെ കഴുകുക. ബിസ്മി പറഞ്ഞിട്ട് നമ്മൾ കഴുകുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നമ്മൾ വുളു കൈ നന്നായി കഴുകുക. നമ്മളിങ്ങനെ വെറുതെ പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ നനച്ച് പിടിച്ചാൽ പോരാ. നമ്മൾ വിരലുകൾക്കിടയിൽ നമ്മുടെ ഈ കൈയുടെ കുഴയുടെ ഭാഗം വരെ നന്നായി അവയവങ്ങൾ കയറ്റി കഴുകണം. കൈ എന്തായാലും കഴുകുന്നുണ്ട്, എന്നാലും ഒരല്പം കയറ്റി കഴുകുക, പ്രകാശിക്കുമെന്നാണ്. വിരലുകൾക്കിടയിൽ കൈകൾ കോർത്ത് വിരലുകൾക്കിടയിൽ നമ്മളിങ്ങനെ കഴുകണം. നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിയാൽ പോരാ. പൈപ്പ് തുറന്നു വെച്ചു, കൈ കഴുകി പോരാ. കൈകൾ
നന്നായി കഴുകണം, ശ്രദ്ധിക്കുക. അതോടൊപ്പം വായിൽ വെള്ളം കൊള്ളുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നിറച്ച് നന്നായി മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക. അത് മുഖം കഴുകുക. മുഖം കഴുകുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നെറ്റിയുടെ ഭാഗത്ത് വെള്ളം വെച്ച് ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ കഴുകുക. നമ്മുടെ രണ്ട് ചെവി കുറ്റിയിലെ അതും മുടി മുളയ്ക്കുന്നത് മുതലും താടി എല്ലിന്റെ അവസാനം വരെ മുഖത്തിന് അടയാളമാണ്. ഇത് അതിന്റെ പരിധിയാണ്. അത് പോരാ, കയറ്റി കഴുകണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം എടുത്ത് മുഖം ഇങ്ങനെ കഴുകുമ്പോൾ നമ്മൾ തലയിൽ നിന്ന് ഒരല്പം കയറ്റുക, ചെവിയുടെ ഇങ്ങനെ നനയട്ടെ, ഇവിടെ നനയട്ടെ, കഴുത്തുവര നനയട്ടെ, നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കഴുകി നന്നായിട്ടൊന്ന് കഴുകുക. അവിടെ മുഴുവനും പ്രകാശിക്കുന്നതാണ്. കൈ കഴുകുമ്പോൾ മുട്ടാണ് പരിധി, പോരാ, ഒരല്പം കയറ്റി കഴുകുക. നമ്മളതിന്റെ പർദ്ദ ആകെ ഇവിടം വരെ കയറുള്ളൂ, പർദ്ദയുടെ കൈ ഇവിടം വരെ കയറുള്ളൂ, ബാക്കി ഇത്രയും ബാക്കിയാ. നമ്മളെന്ത് ചെയ്യും? കൈ കഴുകിയിട്ട് ഒരു തുടപ്പാണ്. പറ്റൂല, ഒന്നും ശരിയാവൂല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ കുറച്ചുകൂടി കയറിയാൽ നമ്മുടെ മുട്ടിന്റെ പരിധി ഇതാണല്ലോ മുട്ടിന്റെ പരിധി. നമ്മളെ പർദ്ദ ഇവിടം വരെ ഉണ്ടാവും, ഇവിടം വരെ കയറുള്ളൂ. പിന്നെ അങ്ങോട്ട് മസിലാണല്ലോ, ജിമ്മിലൊക്കെ പോയി മസിലാണ്, അപ്പൊ പർദ്ദ അങ്ങോട്ട് കയറൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തുടച്ചങ്ങ് എടുക്കല. ഒതു ശരിയാവൂല, അത് വെറുതെയാണ്. ആ ഒതു ശരിയാ. നമ്മൾ കയറ്റി കഴുകണം, കയറ്റി തന്നെ കഴുകണം. അതോടൊപ്പം തന്നെ തല തടകുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വിടലാണ്. അത് പറ്റൂല. കാറിന്റെ വൈപ്പർ, മഴ പെയ്യുമ്പോൾ വൈപ്പർ അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കറക്കി വിട്ടാൽ പോരാ. നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ രണ്ട് തള്ളവിരൽ നെറ്റിയിലേക്ക് വെക്കുക, ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. തല മുഴുവനും തടകല സുന്നത്ത്. കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണോന്നേ, അങ്ങനെ തന്നെ ചെയ്യുക. ചെവി തടകുമ്പോഴും നന്നായി ചെവിക്കുക. നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വിടല, പാട്ടില്ല. നമ്മൾ ആ ചെവിയിലേക്ക് വിരലിറക്കി നന്നായി കഴുകുക. ചെവിയുടെ അകംഭാഗവും പുറംഭാഗം നന്നായി കഴുകുക. അകവും പുറവും നന്നായിട്ട് തടകിയെടുക്കുക. കാല് കഴുകുമ്പോൾ കാലിന്റെ കണ്ണങ്കാല് വരെ കഴുകിയാൽ മതി. നമ്മൾ പൈപ്പ് ഇങ്ങനെ തുറന്ന് കാലിങ്ങനെ നീട്ടി കൊടുക്കും. കൈ കൊണ്ട് തൊടൂല, പൈപ്പ് ഇങ്ങനെ തുറന്നു വിടും. ഇവിടെ കാലിങ്ങനെ നീട്ടി വെക്കും, കാല് നീട്ടിക്കും, വെള്ളം ഇങ്ങനെ വീഴും. ഒതു ശരിയായി പറ്റൂല. കൈ കൊണ്ട് തന്നെ അത് തടകണം. കുറച്ച് കയറ്റി കഴുകുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒതു കൊടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കിബിലയിലേക്ക് മുന്നിട്ട് തന്നെ നമ്മൾ ഒതു കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ വീട്ടിലൊക്കെ പൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. കിബിലയിലേക്ക് മുന്നിട്ട് ഒതു കൊടുക്കുക, ഇടയിൽ സംസാരിക്കാതിരിക്കുക. ആ ഒതുവിന് മുമ്പ് പല്ല് തേക്കുക. അതോടൊപ്പം ചുളിവുകൾ, നമ്മുടെ കണ്ണിന്റെ ഈ പോളയുടെ ഭാഗം, ചെവിയുടെ കുഴി, കാലിന്റെ കണ്ണങ്കാലിന്റെ അവിടെ ചുളിവുകളുടെ ഭാഗം, ശരീരത്തിൽ ചുളിവുകളുള്ള ഭാഗം, ഒതുവിന്റെ അവയവങ്ങൾ ചുളിവുകളുള്ള ഭാഗം നന്നായി ശ്രദ്ധിച്ച് കഴുകണം. ഒരു മിനിറ്റ് കൂടെ അധികം എടുത്താൽ മതി, ഈ പ്രതിഫലങ്ങളെല്ലാം കിട്ടും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അവയവങ്ങളിൽ മുഴുവനും നമ്മൾ കഴുകുക. അത് കഴിഞ്ഞിട്ട് ഒളുവിന് ശേഷമുള്ള ദുആ നമ്മൾ പറയുക. ഏതാണ് ആ ദുആ? നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീന വജഅൽനി മിൻ ഇബാദിക الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وسلم. ഈ ദുആ നമ്മൾ പറഞ്ഞാൽ 8 സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കുമെന്നാണ്. 8 കവാടം നമുക്ക് അല്ലാഹു തുറന്നു തരും. ഉറപ്പിച്ചോ? സ്വർഗ്ഗത്തിൽ ഇഷ്ടമുള്ള വാതിൽ കൂടി കയറാം. ദുആക്ക് ഈ ഒളുവിന് ശേഷം ഈ ദുആ ചൊല്ലിയ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഉമ്മമാരെ, അറിയാത്തവർക്ക്, എല്ലാവർക്കും അറിയാം, അറിയാത്തവർ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ദുആ എഴുതിയെടുത്തിട്ട് ഒതു കൊടുക്കുന്നതിന് മുന്നിൽ ഒട്ടിക്കുക. മിക്ക പള്ളികളിലും അങ്ങനെയുണ്ട്. നമ്മുടെ വീടിന്റെ ഒതു കൊടുക്കുന്ന ഭാഗത്ത് നമ്മളത് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നോക്കിച്ചില്ല, അപ്പോൾ ഓർമ്മ വരും. ശ്രദ്ധിക്കാതെ നമ്മൾ മനുഷ്യരല്ലേ, മറന്നു പോകും. നമ്മൾ എഴുതി ഒട്ടിക്കുക, എന്നിട്ട് നമ്മളത് ചൊല്ലുക. വലിയ നേട്ടമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേട്ട കാര്യം ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒളുവിന്റെ ദുആക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ചാനൽ നമുക്കുണ്ട്. ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ് 2-ലും ചരിത്രങ്ങൾ, മഹാരഥന്മാരുടെ ചരിത്രം വിശാലമായി പറയുന്നതാണ് ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ്. ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ മഹാന്മാരുടെ ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കലാണ്. രണ്ടും ചരിത്ര പഠനമാണ്. തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്ന അസ്മാഉൽ ബദറൊക്കെ ചൊല്ലുന്ന ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ് 2-ലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആരക്കണം. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.